കിട്ടിയാ? കിട്ടി. അങ്ങനെ കാത്തിരിപ്പിന്റെ അവസാനം നമ്മുടെ കപ്പിൾ ട്രിപ്പ്. എന്റെ സാലറി 20,000, നിന്റെ സാലറി 15,000. അയ്യോ, എന്റെ 14,800 ഉള്ളു. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അത് പോട്ടെ, 34,800. ആ 10K നമ്മളെ ട്രിപ്പ്. അപ്പൊ 24,800. റെന്റ് അപ്പൊ ഒരു 10,000. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് 3,000. വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ഒരു 2,000 രൂപ. ഇതെല്ലാം കൂടെ ഒരു 6,000. റീചാർജ് മൊബൈലിന്റെ ഒരു 700. അപ്പൊ ഫോണിന്റെ EMI-യോ? അതിതുവരെ തീർന്നില്ലേ? എവിടെ? 2 മാസം കൂടെ. ആ ബെസ്റ്റ്. ഗോവയ്ക്ക് പോകുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുതിയ ഫോൺ വാങ്ങിച്ച. ഗോവയ്ക്ക് മാത്രം പോയില്ല. അതിന് എത്ര ബാക്കിയുണ്ട്? 2,850. അപ്പൊ ഈ മാസം ബാക്കി ബാലൻസ് 250 രൂപയേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഗോവ മാറ്റി വർക്കല പിടിച്ചാലോ? അപ്പം 10K ബഡ്ജറ്റ് ഒരു 7K ആവും. എന്നാലും എത്ര ബാക്കിയുണ്ട്? 3,250. എടി, ഈ മാസം എത്ര സിനിമ ഇറങ്ങുന്നേ? ഇതെല്ലാം പോയി കാണണ്ടേ? അത് മാത്രമല്ല, വിജയണ്ണ സിനിമ ആയി കഴിഞ്ഞാൽ ജനനായകനും ഇറങ്ങും. അവന്റെ ഒരു സിനിമ. നീ വിജയണ്ണെ കെട്ടിപ്പിടിച്ചോണ്ടോ? ഞാൻ പോവാ. നീ ഇവിടുന്ന് എന്തോന്ന് വെച്ചാ കാണിക്കാ. അല്ല പിന്നെ ഇതേ പോലെ. എടി ഒന്ന് നിക്ക്. നമുക്ക് നൈറ്റ് സ്വിഗ്ഗിയോടെ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ നീ ഓഫീസിൽ പോയി കിടന്നുറങ്ങോ? ഇല്ല. ഒന്ന് പോയടാ. എടി ഒന്ന് നിന്നേ. ഇപ്പൊ തന്നെ നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാൻ കാര്യം എന്താ? നമ്മളെ കുറച്ച് നല്ല മൊമെന്റ്സ് വേണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളു. പക്ഷെ പറ്റൂലല്ലോ. പറ്റുമല്ലോ. അതിന് പറ്റിയൊരു വഴി എനിക്കറിയാം. എന്ത് വഴി? ഇതാവുമ്പം മനസ്സ് നിറയും, വയറും നിറയും. എപ്പോഴും ദോശ ഓംലെറ്റ് എന്താന്ന് ഒതുക്കാൻ നോക്കണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അടുത്ത സാലറിക്ക് പെറോട്ടയും ബീഫും വാങ്ങിത്തരാം. അല്ല, നമ്മളിനി നേരെ വീട്ടിൽ പോവല്ലേ? പറ്റത്തില്ല. എനിക്ക് പാനിപൂരിയും വേണം, ക്രീം ബന്നും വേണം. അല്ല മസ്കാ ബന്ന്. അല്ല, ഇതെല്ലാം കൂടെ കഴിച്ചാൽ വയറിന് പ്രശ്നം വരത്തില്ല. ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും കഴിക്കുന്നു. എന്തേലും ചെയ്യും. ചേട്ടാ, ഒരു ചട്നിയെ.